അനുമോളും ആദിലയും നൂറയും ഒന്നും തൻ്റെ ടാർഗറ്റ് അല്ല എന്നും ഇന്നലെ നടന്ന കാര്യങ്ങൾ അവിടെ കഴിഞ്ഞുവെന്നും ഇനി പ്രേക്ഷകർക്ക് വേണ്ടി പുതിയ ഗെയിം പ്ലാനുകളായിരിക്കും താൻ പുറത്തെടുക്കുക എന്നും റിവഞ്ച് ഗെയിം താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ് നെവിൻ പറയുന്നത്. ആദിലയും നൂറയും പ്രൊവോക്ക് ചെയ്തില്ല എങ്കിലും ചിലപ്പോൾ താൻ ഇന്നലെ പോകുമായിരുന്നു, അത് താൻ തന്നെ നേരത്തെ ബിഗ് ബോസിനോട് പറഞ്ഞിരുന്നതാണ് എന്ന് നെവിൻ പറയുന്നുണ്ട്. അതായത് തിരിച്ചു വന്ന നെവിൻ്റെ ഗെയിം പ്ലാന് എല്ലാവർക്കും ആശങ്കയുണ്ട്. നെവിൻ എവിടെയും അങ്ങനെ വലിയ പിടി കൊടുക്കാതെ നിൽക്കുകയാണ്. നെവിൻ എത്രയൊക്കെ പറഞ്ഞാലും ആദിലേക്കും നൂറയ്ക്കും അനുമോൾക്കും ഒക്കെ എതിരെ നെവിൻ കളിക്കാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട്. പക്ഷെ നെവിൻ അത് തുറന്ന് സമ്മതിക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ നെവിൻ്റെ ഗെയിം പ്ലാൻ മറ്റൊന്നായിരിക്കാം. തീർച്ചയായിട്ടും ആ സാധ്യതയൊക്കെ ഉണ്ട്. ഈ നെവിൻ്റെ തിരിച്ചു വരവിൽ പലർക്കും അത്ര വലിയ സന്തോഷമൊന്നുമില്ല. നെവിൻ ഉള്ളതൊക്കെ വെട്ടിത്തുറന്ന് പറയുന്നത് കൊണ്ട് പലർക്കും വലിയ സന്തോഷമൊന്നും കാണുന്നില്ല. പ്രതീക്ഷിച്ച പോയപ്പോൾ ഉള്ള ആ ഒരു കരഞ്ഞു മെഴുകലൊന്നും വന്നപ്പോഴുള്ള സന്തോഷത്തിൽ കാണുന്നില്ല. അതായത് നെവിൻ പോകുമ്പോൾ നെവിൻ്റെ സപ്പോർട്ടേഴ്സിൻ്റെ വോട്ട് കൂടെ നിർത്താനായിട്ടുള്ള പൊറാട്ട് നാടകങ്ങളൊക്കെ ഇന്നലെ നമ്മൾ കണ്ടു. തിരിച്ചു വന്നപ്പോൾ അത് കിട്ടൂലല്ലോ, ഉള്ള വോട്ട് പോവയല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ സങ്കടം പലരുടെയും മുഖത്തൊക്കെ ഉണ്ട്. നെവിൻ പുതിയ പല പ്ലാനുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ആദില, നൂറ, അനുമോൾ എന്നിവരെ താൻ ഇനി ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത്. ബാക്കിയൊക്കെ കണ്ടു തന്നെ അറിയാം. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.